ജെൻസി കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ഒരു 2000 ശേഷമുള്ള കുട്ടികൾക്ക് മാരി ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് ഡിവോഴ്സ് അല്ലെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ്. അപ്പോൾ അതൊക്കെ അവർക്ക് കുറച്ച് ഈസി ആയിട്ടുണ്ട്. കല്യാണം കഴിയണ ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിൽ കയറുന്ന പെണ്ണ് ഞാൻ നാളെ ഡിവോഴ്സ് ചെയ്യണം വച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ടല്ല കയറുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള പവറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്നത് ജോലിയുണ്ടോ വീടുണ്ടോ എന്ന്, ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം. ഐ നീഡ് എ പാർട്ട്ണർ. അഞ്ജലി ഇപ്പോൾ സ്റ്റഡീസ് കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും അമ്മ എന്നല്ലേ സ്ത്രീധനം അല്ലെങ്കിൽ അങ്ങനെ നോ ഗോൾഡ് മാരേജ് ആയിരിക്കും നോക്കുന്നത്? അതുപോലെ മകൾക്ക് ഒരാളെ പാർട്ട്ണർ ആസ് എ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാം എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്? മകളുടെ ചൈൽഡ്ഹുഡ് ഏറ്റവും ബെസ്റ്റ് ആക്കാനായിട്ട് അമ്മ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ അമ്മയോട് എന്താണ് അഞ്ജലിക്ക് ഇപ്പോൾ പറയാനുള്ളത്? ഒരു വാക്കുകൊണ്ടൊക്കെ പറഞ്ഞ തീരോ? താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ശരിക്കും ആ ബുക്ക് വെറും ഒരു പുസ്തകമാണെങ്കിൽ അതിനകത്തുള്ള ആത്മാവെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ. ഇപ്പോൾ ഡിവോഴ്സ് ആയ ആ ആൾക്കുള്ള ഒരു മറുപടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ മാമിന് വേറെ എന്തെങ്കിലും പുള്ളിയോട് പറയാനായിട്ടുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ മാം എഴുതിയിട്ടുള്ളത്? ഇത് ഒരിക്കലും അദ്ദേഹത്തിനുള്ള ബുക്കല്ല. ഒട്ടുമിക്ക 50% ഉറപ്പായിട്ട് 100% എനിക്ക് പറയാൻ പറ്റും. ഇതെന്ന് പറയുന്ന സ്ത്രീകളിലെ ഒട്ടുമിക്ക സ്ത്രീകളുടെയും കഥ തന്നെയായിരിക്കും. 26 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എ ഡിവോഴ്സ് ലോയർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 1000-ലധികം കേസുകൾ. അതോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ പോർട്രേറ്റ് ചെയ്യുന്ന 50 വയതിലെ ഓർമ്മകളുമായി മുന്നേ എന്ന പുസ്തകത്തിൻ്റെ എഴുത്തുകാരി. ജോഷ് ടോക്സിലും ഫ്ലവേഴ്സിലും ഫീച്ചർ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് ഷൈല റാണിയും മകൾ അഞ്ജലിയുമാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഹലോ മാം. ഹലോ അഞ്ജലി. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് മാമിനോട് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ 26 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആസ് എ ഡിവോഴ്സ് ലോയർ. അപ്പോൾ അന്ന് ആദ്യം പ്രാക്ടീസ് തുടങ്ങിയിരുന്ന അന്നത്തെ അഡ്വക്കേറ്റിൽ നിന്ന് ഇന്ന് എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഷൈല റാണിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാമിന് പ്രൊഫഷണലായിട്ടും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും ഒരുപാടധികം ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും അല്ലേ? ആ ചേഞ്ചസ് എന്തൊക്കെയാണ് മെയിൻലി മാമിന് മെൻഷൻ ചെയ്യാനായിട്ടുള്ളത്? ശരിക്കും നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നിയമം മാത്രമല്ലേ പഠിച്ചിറങ്ങുള്ളൂ. അപ്പോൾ ഒരു പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു അഡ്വക്കേറ്റായി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും എല്ലാം നമ്മൾ പ്രൊഫഷണൽ നോളജോടുകൂടിയാണ്. അങ്ങനെയല്ല. നമ്മൾ ഓരോ കേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോന്നോരോന്ന് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും അന്നത്തെ ഇനിഷ്യൽ സ്റ്റേജും ഞാൻ ഇപ്പോഴത്തെ സ്റ്റേജും നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഒരുപാട് ചേഞ്ചസ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ മാറ്റിയത് ചിന്തിപ്പിച്ചത് എൻ്റെ കക്ഷികളാണ്. ശരിക്കും കക്ഷികൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ചിലപ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ ആൻസർ പറയാൻ പറ്റത്തില്ല. ഞാൻ തന്നെ ചിന്തിച്ച് നോക്കും. ഇപ്പം ഈയിടയ്ക്കൊരു തമാശ പോലെ പറയുകയാണെങ്കിലും കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഇവളെ ലേബർ റൂമിൽ കയറ്റി. അപ്പം ഇവൾക്ക് ഇവളുടെ ഹസ്ബൻഡ് കൂടെ നിൽക്കണം. അപ്പോൾ ഇവള് പറഞ്ഞു ഹസ്ബൻഡ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു അയ്യോ അവനൊന്നും അറിയില്ല, അവനൊന്നും വേണ്ട, അവൻ പുറത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്കും ഒന്നും അറിയില്ലായിരുന്നു, ഞാനിവിടെ പ്രസവിക്കാനില്ലേ, അതിന് ഉത്തരവാദി അയാൾ എന്നാണോ അച്ഛനാവുന്ന അതേ ദിവസം തന്നെയാണ് ഞാനും അമ്മയാവുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും അങ്ങനെങ്കിലും കുറേ കാര്യങ്ങൾ എൻ്റെ കക്ഷികളിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളിലേക്ക് ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണവും പ്രശസ്തിയും കിട്ടുന്ന വേറെ കുറേ മേഖല ഉണ്ടെങ്കിൽ പോലും മാം എന്തുകൊണ്ടാണ് കുടുംബ കോടതി തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ? എനിക്ക് അതാണ് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത് ഈ വെട്ടിക്കൊന്നു വരുന്ന കൊലപാതകളെടുത്തോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് വരുന്നവർക്ക് എന്നെ കൊണ്ടത് പറ്റില്ല. അപ്പം നമുക്ക് കഴിയുന്ന എന്താണ് എന്ന് ആദ്യം ഞാനത് കണ്ടുപിടിച്ചു. എനിക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടും ഭയങ്കരമായിട്ട് എൻ്റെ സ്കില്ല് കാണിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എനിക്ക് കുടുംബ കോടതിയായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കുടുംബ കോടതി കേസുകളിലേക്ക് ശ്രദ്ധ തുടങ്ങി. ഓക്കെ. അതുപോലെ തന്നെ മകൾ അഞ്ജലി ഇപ്പോൾ LLB ഫൈനൽ ഇയർ ആണല്ലേ? അപ്പോൾ അമ്മയെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണോ ആ ഒരു മേഖല തിരഞ്ഞെടുത്തും അതുപോലെ ഇനി കുടുംബ കോടതി ആയിരിക്കും ഭാവിയിൽ ചൂസ് ചെയ്യുന്നതും? അമ്മയെ കണ്ട് ഇൻസ്പയർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ യെസ്. അമ്മ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഞാൻ ഓഫീസിൽ പോയിരിക്കുമായിരുന്നു. വലിയ പണിയൊന്നും ഇല്ലെങ്കിൽ അവിടെ പോയിരിക്കുമായിരുന്നു. ആൻഡ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ എനിക്കും ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഒരു സർട്ടൻ പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ സൊസൈറ്റി കണ്ടീഷൻ ചെയ്തത് കൊണ്ടാണോ എല്ലാവരും ഡോക്ടറും എൻജിനീയറും ആകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നു. ഞാനൊരു സ്കൂളിങ് കഴിഞ്ഞ ഒരു വർഷം ബ്രേക്ക് എടുത്തു. എന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ പോകാൻ തുടങ്ങി. പക്ഷെ എവിടെയോ ഒരിടത്ത് ഒന്ന് ക്ലിക്കായി, ഒന്ന് ട്രൈ ചെയ്താലോ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ അമ്മയടുത്ത് സംസാരിക്കുന്നു. അഫ്കോഴ്സ് അമ്മ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഒരു ലോ എന്നുള്ളത് എനിക്ക് കുഞ്ഞിലെ ഒട്ടും താല്പര്യമില്ലാത്തൊരു ഫീൽഡ് തന്നെയായിരുന്നു ലോ. ആരെങ്കിലും പറയുവാണെങ്കിൽ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ഇഷ്ടമില്ല അതെന്ന് പറയും. അങ്ങനെയാണ് എങ്ങനെയോ നടക്കാനുള്ളത് അങ്ങനെ നടന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ വന്നു ലോ. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് പറ്റുന്ന ഒരു കാര്യം തന്നെയായിട്ട് തോന്നി. ആൻഡ് ഭാവിയിൽ ഇനി ലോ ഫീൽഡ് തന്നെയാണ്. ഫാമിലി മാത്രമായിരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം, കുറച്ചും കൂടെ ഫേം എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെയാണ്. വേറെയും കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അറിയാത്ത. ഈ ക്രിമിനലും
സിവിലും ഫാമിലിയും മാത്രമല്ലാത്ത കുറേ ഫീൽഡുണ്ട് അതിനകത്ത്. അത് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ തന്നെ മാം 1000-ലധികം ഡിവോഴ്സ് കേസസ് ആണ് ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ മെമ്മറീസ്. ഇപ്പോൾ നമുക്ക് എല്ലാ കേസും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഡിവോഴ്സിനുള്ള റീസൺസ് പലർക്കും പലതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ മാമിന് ഉറക്കം മുന്നിട്ടുള്ള ദിവസങ്ങൾ, അതുപോലെ തന്നെ പോയിട്ട് തിരിച്ചു വന്നാലും ആ ഒരു കേസിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസസോ? മിക്ക കേസുകളും എനിക്ക് ഹോൾഡിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്ക ഇന്റർവ്യൂവിലും ചോദിക്കും. എനിക്ക് ഒരു കേസ് എന്ന് മാത്രം എനിക്ക് പറ്റത്തില്ല. ഇപ്പം നമ്മൾ വിചാരിക്കുക നിസ്സാരം എന്ന് പറഞ്ഞ് പോകുമ്പോഴായിരിക്കും അവിടെ കുട്ടികളുടെ കാര്യങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് കയറി വരുന്നത്. അപ്പം അങ്ങനെ എല്ലാം ഫൈറ്റ് തന്നെയല്ലേ. ഒരു യുദ്ധത്തിൽ പോണ യോദ്ധാവിൻ്റെ അടുത്ത് ഏത് യുദ്ധമായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. എല്ലാ യുദ്ധം തന്നെയാണ്. വേദനകളുണ്ടാവും, വിജയങ്ങളുണ്ടാവും, തോൽവി ഉണ്ടാവും. എടുത്തു പറയത്തൊക്കെ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ്. കൂടുതലും ഒരു വ്യത്യസ്തമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കേസ്? കുട്ടികളെ സംബന്ധിക്കുന്ന എല്ലാ കേസുകളും എനിക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ കുഞ്ഞിന് അങ്ങോട്ട് പോകാൻ ഒട്ടും ഇഷ്ടമില്ല എങ്കിലും കോർട്ട് ഓർഡർ പാലിച്ച് കൊണ്ടുപോകേണ്ടത്. ഒരു കൊച്ചിങ്ങനെ തൊഴുത് അമ്മേനെ വിടല്ലേ അച്ഛൻ്റെ കൂടെ ഓർഡർ ഇട്ടോ കുട്ടിയുടെ കൂടെ പോകും. കുറച്ച് ഡബ്ബറി തന്നെയാണെങ്കിൽ അപ്പൊ അതൊക്കെ ആ രാത്രി ഉറങ്ങാൻ പറ്റൂലല്ലോ, അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതേപോലെ നമുക്കൊന്നും ചെയ്യാൻ, കാരണം ബയോളജിക്കൽ ഫാദറാണ്, നാച്ചുറൽ റൈറ്റ് ഉണ്ട് ഫാദറിന്. അപ്പം ഫാദറിന്റെ കൂടെ കുട്ടിക്ക് കൂടുതൽ ഫാദർ എന്തെങ്കിലും മോശക്കാരനായിട്ടല്ല ഞാൻ പറയില്ല, റിലേഷൻഷിപ്പിൽ അവർ ബാഡ് ആയിരിക്കും. അതിന്റെ അർത്ഥം അയാളൊരു ബാഡ് ഫാദർ എന്നല്ല. പക്ഷെ കോർട്ടിന് അച്ഛന്റെ സ്നേഹവും കിട്ടണമെന്നുള്ള ഇതാണ്. കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ കൊച്ചു വന്നിട്ട് ആ ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് അങ്ങനത്തെ കുട്ടികളെ സംബന്ധിക്കുന്ന കേസുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ വരുന്ന ഏറ്റവും കൂടുതൽ ഹേർട്ട് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് പാരൻസ് ഒക്കെ കാശൊക്കെ മുടക്കി കല്യാണം എന്ന് പറയുന്നതാണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് ഒരു മൊമെന്റിൽ അതില്ലാതെ ആ ഫുൾ ഫാമിലി അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. ആ കുട്ടി മാത്രമല്ല, ഫുൾ ഫാമിലി നിൽക്കുന്നത്. അതൊക്കെ കുറച്ച് പെയിൻഫുൾ ആയിട്ട് തോന്നി. കുറേ വർഷത്തെ സമ്പാദ്യം അച്ഛനമ്മയും ചെലവാക്കുന്ന മകളുടെ കല്യാണത്തിന് അയ്യോ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയോ, അയ്യോ മാഡം എന്ന് പറഞ്ഞും കൂടെ നമ്മുടെ മുമ്പേ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അവരെ അതൊക്കെ ഞാൻ പറഞ്ഞാലും മോളെ പറഞ്ഞാലും കുറേ സൊസൈറ്റി കുറേ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെച്ച് കെട്ടിച്ചു വിടുക. അവിടെ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ പരീക്ഷ തോറ്റിട്ട് വന്നാൽ പറയും കുഴപ്പമില്ല നമുക്ക് അടുത്ത് എഴുതാന്ന് പറയും. പക്ഷെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം വന്ന് തിരിച്ചു വരുമ്പോഴേക്കും അത് തീർന്നു, കൊച്ചിന്റെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിലുള്ള അവർ ഫുൾ ഫാമിലി അതിനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേസിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ മാമിനുള്ള മെമ്മറീസ് മകളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും ഇപ്പോഴും ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും സഡൻ കേസ് എന്തെങ്കിലും വരുന്നുണ്ടോ? എനിക്ക് അമ്മ ഓൾമോസ്റ്റ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഞാനും ക്ലയൻസുമായിട്ട് സംസാരിക്കാറുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. പക്ഷേ ഞാൻ ലോ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് ഒരിക്കൽ നമ്മുടെ ഓഫീസിൽ പോയ സമയത്ത് ഒരു സ്ത്രീ ഭയങ്കര റഷായിട്ട് നമ്മുടെ ഓഫീസിൽ കയറി വരികയാണ്. അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് വേഗം വന്നിട്ട് ഭയങ്കര പാനിക്കായിട്ട് സ്വെറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ശ്വാസം ഒന്നും നേരെ എടുക്കാൻ പറ്റും. മാം എൻ്റെ മരണമൊഴി എടുക്കണം എന്ന് പറഞ്ഞു. ഞാനും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ്. അല്ല മാം നാളെ എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, നാളെ മറ്റന്നാൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, പുള്ളി വന്നു കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ മരണമൊഴി എടുക്കണം. അപ്പം അമ്മ പറഞ്ഞു ഓക്കെ എടുക്കുന്ന ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തത്. അനുഭവം ഉള്ളതുകൊണ്ട് എനിക്കത് അത്രയും വലിയ ഇതുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരത്തി അന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു റെക്കോർഡ് ഇട്ട് എന്ന് പറഞ്ഞിട്ട് ഇവളത് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെക്കും അത് കഴിഞ്ഞിട്ട് ഇതുവരെക്കും ഉള്ള ലൈഫിൽ അതുപോലെ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. കാരണം നമ്മുടെ ജീവൻ പോവും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ ജീവൻ പോകുന്ന ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്യുന്നതാണോ അത് സ്വയം ഉപദ്രവിക്കും എന്നുള്ളത്. ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഭയങ്കര പീക്കിലായിരുന്നു. കത്തിയെടുത്ത് കുത്താൻ വരിക, കഴുത്ത് തിരിച്ചൊടിക്കാൻ നോക്കുക, കുട്ടികളെ റീസൺസും ഇല്ല. ഹീസ് ലൈക്ക് ദാറ്റ്, അതുപോലത്തെ ഒരു മനുഷ്യൻ. അപ്പം പുള്ളിക്കാരത്തെ ജീവനും കൊണ്ട് ആരെങ്കിലും അറിയണമല്ലോ, ആരെങ്കിലും നമ്മൾ അറിയിക്കണമല്ലോ. പിന്നെ ഫൈൻ തോന്നുന്നു. പിന്നീട് ഇല്ല, ഞാൻ പിറ്റേന്ന് തന്നെ അത് കേസ് ഫയൽ ചെയ്ത്, ഡൊമസ്റ്റിക് വയലൻസിന് കേസ് ഫയൽ ചെയ്ത് പ്രൊട്ടക്ഷൻ ഓർഡറായി അത് മ്യൂച്വലായിട്ട് ഡിവോഴ്സായി പോവുകയും ചെയ്തു. പക്ഷെ ആ പുള്ളിക്കാരത്ത് ഇങ്ങനെ ഓടിക്കയറി വന്നപ്പോഴേക്കും അന്ന് ഇവള് സ്റ്റുഡൻ്റ് ആണ്, എനിക്കതിന് സ്കൂളോ. അപ്പം ഞാൻ ഇവളോടാണ്, ഞാൻ വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരുന്നു, ഇവളോടാണ് പറഞ്ഞത് മോനെ അതൊന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ആളത് റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പോൾ പുള്ളിക്കാരത്തെ അത് കുറച്ചുകൂടെ ഞാൻ ആ സമയം പ്രൊഫഷണലി ആണെങ്കിൽ ഇതിന് പിറ്റേ ദിവസം തന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങാനുള്ള ജൂനിയേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്പറേറ്റായി നല്ല രീതിയിൽ കുട്ടികളും കുറിച്ച്
വൈഫ് ജീവിക്കുന്നുണ്ട്, അല്ല ആ ലേഡി ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ട്രെൻഡ് പോലെയൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് പേര് പണ്ടുള്ള കാലത്തെന്ന് വെച്ചാൽ ഇത്രയധികം ഡിവോഴ്സ് കേസസ് ഇല്ലായിരുന്നു. അല്ല മെയിൻ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീയാണ് മെയിൻലി അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇതാണ് എൻ്റെ ലൈഫ്, ഇങ്ങനെ ആയിപ്പോയി, ഇതെൻ്റെ ഒരു വിധിയാണെന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നൊരു ടൈമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജെൻസി കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ഒരു 2000 ശേഷമുള്ള കുട്ടികൾക്ക് മാരി ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് ഡിവോഴ്സ് അല്ലെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ്. അപ്പോൾ അതൊക്കെ അവർക്ക് കുറച്ച് ഈസി ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ ഒരു ട്രെൻഡ് എന്നുള്ള വാക്കൊന്ന് യൂസ് ചെയ്ത് അതത്ര നല്ല ഒരു എന്താ പറയില്ലേ, മോസ്റ്റ്ലി ഒരുപാട് പേര് കാണുന്ന ഒരു ഇതാണ്. ഫാഷൻ ട്രെൻഡ് എന്നെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണ് ആ സാധനം. നിസ്സാരമായിട്ട് ഒരു പെണ്ണും എനിക്ക് തോന്നുന്നില്ല ഡിവോഴ്സ് ചെയ്യുമെന്ന്. പ്രത്യേകിച്ച് കല്യാണം കഴിയണ ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിൽ കയറുന്ന പെണ്ണ് ഞാൻ നാളെ ഡിവോഴ്സ് ചെയ്യണം വച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞിട്ടല്ല കയറുന്നത്. നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ച് തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. വളരെ റെയറായിട്ടായിരിക്കാം ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിക്കുന്നത്. പണ്ടൊക്കെ അതുണ്ടായിരുന്നു, ഇന്ന് അതില്ല. അവൾ ആഗ്രഹിച്ചു തന്നെ, പക്ഷേ അവളുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവളുടെ പ്രതീക്ഷകളും അല്ലെങ്കിൽ അവൾക്ക് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അവന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മൊമെന്റ് വരുമ്പോഴാണ് ഡിവോഴ്സ് വരുന്നത്. എന്തുകൊണ്ട് ഇപ്പം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള പവർ ഉണ്ട്. പിന്നെ അവർക്ക് സെൽഫായിട്ട് സ്റ്റാൻഡ് വിത്തൗട്ട് ഹിം ഓർ ഹെർ ഐ ക്യാൻ ലീവ്, ഐ ക്യാൻ സർവൈവ് എന്ന്. നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം, എനിക്ക് ഈവൻ ഈ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. മറ്റേത് അങ്ങനെയല്ല, ഇതില്ലെങ്കിലോ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ എൻ്റെ വീട്ടുകാർ, അല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡ്, അല്ലെങ്കിൽ വൈഫ്. അങ്ങനെ വൈഫ് തന്നെ മിക്കപ്പോഴും ഹസ്ബൻഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ തിരിച്ചു വീട്ടിൽ പോണതിനേക്കാൾ ഇതങ്ങ് സഹിക്കാന്ന് പറഞ്ഞിട്ട് അവർ ചൂസ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളി അവർ ചൂസ് ചെയ്യേണ്ടി വന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവും, അവർക്ക് ദേ ക്യാൻ മേക്ക് മണി. അതുകൊണ്ടാണ് കുറച്ചുകൂടെ അവർ സെൽഫ് ലവ് ചൂസ് ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നമാകുമ്പോഴത്തേന്. ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്നത് ജോലിയുണ്ടോ വീടുണ്ടോ എന്ന്. ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം. ഐ നീഡ് എ പാർട്ട്ണർ. എനിക്കൊരു ബിസിനസ് നടത്താനോ അല്ലെങ്കിൽ എനിക്ക് ക്യാഷ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എന്നെ അത് ലൂട്ട് ചെയ്യാതിരുന്നാൽ മതി. ബട്ട് എനിക്ക് ഇമോഷണലി എനിക്ക് അവൈലബിൾ ആയിരിക്കണം. ഞാൻ വീക്കാവുന്ന സമയം ഐ ആം വിത്ത് യു എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെയാണ് എനിക്ക് ആവശ്യം. അങ്ങനെ പിള്ളേരുടെ കാഴ്ചപ്പാട് കംപ്ലീറ്റ് മാറി. അപ്പോൾ ഒരിക്കലും അവർ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക്. കാരണം നമ്മൾ ഇപ്പോൾ ഡിവോഴ്സ് ആവണേ നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മഹത്യയെക്കാളും നല്ലത് ഡിവോഴ്സ്. അതുപോലെ കുറേ കേസസ് ഉണ്ട്. ഇപ്പോൾ വിസ്മയ കേസ് തന്നെ, അതിൻ്റെ വിധിയൊക്കെ ഈ ഇടയ്ക്കാണ് വന്നത്. അങ്ങനെ ഉത്തര കേസ്, കുറേ കേസുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഒരു സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് പലരും മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീധനം കൊടുക്കില്ല, വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു സമ്മാനം എന്നോണം എൻ്റെ മകളെ സ്വീകരിക്കുമ്പോൾ ഒരു സമ്മാനം, അല്ലെങ്കിൽ മകൾക്കുള്ളൊരു സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ കുറേ ഇപ്പോഴും ഗോൾഡ് ഇടുന്നവരും അല്ലെങ്കിൽ കാറ്, വീട്, വസ്തുക്കളൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ആ സ്ത്രീ ആ വീട്ടിലെത്തുമ്പോഴത്തേനും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ലോ ഇതിനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലോ ഉണ്ടായിരുന്നു. 1961 വന്ന ലോയാണ്. ഇപ്പൊ 2026 മനസ്സിലായില്ലേ? ലോ ദയർ. പക്ഷെ അതെന്താ വെച്ചാൽ ഇംപ്ലിമെന്റ് ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം അതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ചെക്കനെ പഠിപ്പിച്ച് വരുമ്പോഴേക്കും ഏതാണ്ടോ എന്താ പറയില്ല, നമ്മളെ പശുവിനെയും കാളയൊക്കെ വളർത്തി വെക്കണ പോലെ എന്തോ വേണം, ഇത്രയും എൻ്റെ മോനെ തരണമെങ്കിൽ എനിക്ക് ഇത്രയും തരണം എന്നുള്ള കാഴ്ചപ്പാട്. ഇപ്പം പക്ഷെ പബ്ലിക്കായിട്ട് പറയുന്നില്ല എൻ്റെ കൊച്ചിന് വേണം. പക്ഷെ അവർ ഇടനായിട്ട് നല്ലൊരു ഫാമിലിയിൽ നോക്കുമ്പം എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻ തെറ്റുമല്ലോ. ഞങ്ങൾ വിചാരിച്ചു കുറച്ചുകൂടെയൊക്കെ കിട്ടുമായിരുന്നു. എത്ര ഉണ്ട് കയ്യിൽ, വല്ലതുണ്ടോ ബാങ്കിൽ, എന്നാലും ഒന്നും തരാതെ വിട്ടോ. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരും. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു തരണം എന്നുള്ള ഒരു സാധനം ഉണ്ട് ഉള്ളിൽ വന്നിട്ട്. അതിപ്പം മാറണമെങ്കിൽ ചിന്തിക്കേണ്ടത് പുരുഷൻ തന്നെയാണ്. ഇപ്പം പാരൻസിനെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, അവർ കുറച്ചുകൂടെ ഇങ്ങനെയാണ്. പക്ഷേ ചെക്കൻ ചിന്തിക്കണം, എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കാശോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എനിക്കൊരു പാർട്ട്ണറാണ് എന്നുള്ളത്. അതേപോലെ പെൺകുട്ടികൾ തന്നെയാണ് എങ്കിലും നേരത്തെ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ഇതിനെക്കുറിച്ചൊരു ടോക്ക് വരരുത്, സ്ത്രീധനത്തിനെ കുറിച്ചൊരു ടോക്ക് വരരുത്. അതുപോലെ തന്നെ മകൾ അഞ്ജലി ഇപ്പോൾ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും അമ്മ എന്നല്ലേ സ്ത്രീധനം അല്ലെങ്കിൽ അങ്ങനെ നോ ഗോൾഡ് മാരേജ് ആയിരിക്കും നോക്കുന്നത്. അതുപോലെ മകൾക്ക് ഒരാളെ ആസ് എ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാം എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്? അവളുടെ ചോയ്സാണ്. എല്ലായിടത്തും പറയുമെങ്കിലും ഞാൻ പറയും, കൊണ്ടുവരുമ്പോഴേ അയ്യേ എന്ന് പറയരുത് എന്ന് പറയുന്നുണ്ട്. അവളുടെ ചോയ്സ് ആയിരിക്കും. സ്ത്രീധനം ഞാൻ ഒന്നും കൊടുക്കില്ല. അവൾ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്ത് കഴിയുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ നീ കല്യാണത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്യും, ഞാനൊരു ഗിഫ്റ്റുമായിട്ട് വരാം എന്നാണ് ഞാൻ പറയാറുള്ളത്.
പിന്നെ എന്താ പറയാ, കല്യാണം മാത്രമല്ലല്ലോ, അതിലും ഒത്തിരി കരിയർ ഉണ്ട്, അവളെ കാര്യങ്ങളുണ്ട്. അവൾക്ക് തോന്നുകയാണ് എനിക്കൊരു പാർട്ട്ണറെ വേണമെന്ന് തോന്നുമ്പോൾ അതിപ്പോൾ 40 വയസ്സിലോ 50 വയസ്സിലോ അല്ലെങ്കിൽ ഈവൻ 30 വയസ്സിലോ 25ലോ തോന്നണമെങ്കിൽ എപ്പോഴെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു. അങ്ങനെ അഞ്ജലിക്ക് ഇപ്പോൾ ഒരു ബെസ്റ്റ് പാർട്ട്ണർ കണ്ടെത്തുകയാണ്. അത് ആദ്യം അമ്മയോട് തന്നെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്? ചേട്ടും ഉറപ്പായിട്ടും. നോ ഡൗട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് കാണുന്നത് ചിലപ്പോൾ മാം നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡ് വിദേശത്താണ്, അവിടെ അത് പ്രശ്നം പറഞ്ഞില്ല, വിദേശത്താണ്, വരുമ്പോഴത്തേനുള്ള പേടിയാണ്. പക്ഷേ അതിലുപരി ഇപ്പോൾ ഒരുപാട് പേര് ആഫ്റ്റർ ദ മാരേജ് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ കൂടെ കൊണ്ടുപോകാറുണ്ട്, പുറത്ത് എബ്രോഡ് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്നത് അവിടെയും ചിലപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മെൻ്റലി അവിടെ ചെന്നിട്ട് അവർ അബ്യൂസ് ചെയ്യുന്നത്, അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ളവരെ നമുക്ക് സഹായിക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും നിയമപരമായിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രാപ്പിൽ പെട്ട പോലെയാണ് സ്ത്രീകൾ മിക്കപ്പോഴും വിദേശത്തേക്ക് പോകുന്നത്. ഡിപ്പെൻഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ യൂറോപ്യൻ കൺട്രിയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാ രീതിയിലും ഇയാളെ ഡിപ്പെൻഡ് ചെയ്യണം. ഇയാളെ പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഡൊമസ്റ്റിക് വയലൻസ് നടത്തി കഴിയുമ്പോഴേക്കും ഇവർ പുറത്ത് പറയാൻ ഭയക്കുന്നത് അവിടേക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ലോ ആണ്. കാരണം ഇവരെ വിസയെ ബാധിക്കും. മിക്കവരെ ഇങ്ങനെ പറഞ്ഞിട്ട് പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യുക, അവിടെ സ്പോട്ട് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് റെസ്ട്രിക്ഷൻ ഓർഡറാണ്, ഇത്ര ദിവസം അവിടെ കൂടെ കയറി പോകരുതെന്ന് പറഞ്ഞു. സ്വന്തം വീട്ടിലാണെങ്കിൽ റെസ്ട്രൈനിങ് ഓർഡറൊക്കെ വരും. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത് കാരണം ഉപദ്രവിച്ചാൽ ഇവർ സഹിക്കും. ഒരു ഞാൻ എപ്പോഴും എനിക്ക് വരുന്ന കോൾസ് ആണെങ്കിൽ ഞാൻ നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റാൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ്, അവളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എഗൈൻ നിങ്ങൾ ആപത്തിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ മിക്ക സ്ത്രീകളും ഭയക്കുന്നത് അങ്ങനെ വിസ പ്രോസസ്സിനും അങ്ങനത്തെ ഏതെങ്കിലും രീതിയിൽ പിന്നെ എങ്ങനെയെങ്കിലും നാട്ടിലോട്ട് തിരിച്ചെത്താം, അത് പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ടിരിക്കുക. പിന്നെ എന്ന് വെച്ചാൽ കുട്ടികളെ ചിലപ്പോൾ പിടിച്ചു വയ്ക്കും, നീ കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് പോ, അപ്പോൾ കുട്ടികളെ കൊണ്ടുവരണം. അങ്ങനെ വല്ല രീതിയിൽ ബുദ്ധിമുട്ടൊന്നുണ്ട് കുട്ടികൾക്ക്. പക്ഷേ സീരിയസ് ആയിട്ടൊരു ലോയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ നിയമത്തിനേക്കാളും കൂടുതൽ പ്രൊട്ടക്ഷൻ അവിടെ കിട്ടും എല്ലാ കൺട്രീസിലും. അതുപോലെ തന്നെ മെയിൻലി ഈ ഡിവോഴ്സ് ആകുമ്പോഴത്തേനെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന കുട്ടികളാണ്. ഇപ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ പെൺകുട്ടിയാണെന്ന് വയ്ക്കും. ഇപ്പോൾ എനിക്ക് തന്നെ പരിചയമുള്ളൊരു പെൺകുട്ടിയാണ് അവർക്ക് രണ്ടുപേർക്കുള്ളത്. അപ്പോൾ ആഫ്റ്റർ ദ ഡിവോഴ്സ് സമയത്ത് ഈ പെൺകുട്ടിയെ ആരെ കൂടെ നിർത്തും എന്നുള്ളതാണ് ഈ അമ്മയ്ക്ക് കൂടുതലായിട്ട് കൺസേൺ ആവുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് വേറെ മാരേജ് ചെയ്യണത് എന്തായാലും എൻ്റെ അത് വേറൊരാളാണ് കൂടെ നിൽക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി നമുക്ക് എന്തായിരിക്കും എന്തെങ്കിലും ലോയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കുട്ടികൾ അച്ഛനോട് അമ്മയോട് കുട്ടികളുടെ ചോയ്സാണ്, അത് ഒരു ഏജിന് ശേഷമാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും നമ്മുടെ ലോ സൈഡ് എന്നൊക്കെ ഉള്ളതെന്ന് പറയുന്നത്? കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ലോ അങ്ങനെ എന്ന് വെച്ചാൽ ഗാർഡിയൻ വാർഡ് ആക്ട് ഉണ്ട്. അതിലെന്ന് വെച്ചാൽ കുട്ടികളാണെന്നോ പെണ്ണെന്നോ അങ്ങനെയല്ല, രണ്ടുപേർക്കും റൈറ്റും ഉണ്ട്. പക്ഷെ ഒരിക്കലും വന്നിട്ട് കോടതിയാണെങ്കിലും സൈക്കോളജിക്കലായിരിക്കും മിക്കപ്പോഴും നോക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാരൻസിൻ്റേതായിട്ടുള്ള കുട്ടികളുടേതായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെ ഇപ്പം അവർ ഒബ്സർവ് ചെയ്യും. ഇപ്പം ചിലപ്പോൾ ചേംബറിലൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ റൂളിംഗ് ഉണ്ട് കോടതിയിൽ കുട്ടികളെ കൊണ്ടുവരേണ്ടത്. പക്ഷേ റെയർ കേസിലാണെങ്കിൽ അങ്ങനെ ചെയ്യും. ക്ലാപ്പ് ലോയേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് കുട്ടികളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് 5 വയസ്സ് വരെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ 6 അത് കഴിയുമ്പോൾ അച്ഛന്, അല്ലെങ്കിൽ പെൺകുട്ടി അമ്മയ്ക്ക്, ഇങ്ങനത്തെ ഒരു നിയമമേ ഇല്ല. മാറിക്കൊണ്ടേയിരിക്കും. കുട്ടികൾ വെച്ച് 18 വയസ്സ് വരെ വന്ന് വെച്ച് കൊച്ചുങ്ങളുടെ എൻവോൾവ്മെൻറ്റിന് അനുസരിച്ച് ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻറ്റ് ഒരിടത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി അതിന് നോക്കുന്നു, കുട്ടിയുടെ ഫിസിക്കലിയും എഡ്യൂക്കേഷൻ പരമായിട്ട് എല്ലാ രീതിയിലും സൈക്കോളജിക്കലി ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ വേറെ രണ്ടാമതൊരു ഭർത്താവോ ഒരു ഭാര്യയോ വന്ന് കൊച്ചിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയ ക്വിക്കായിട്ട് കുഞ്ഞ് നേരെ തിരിയും. അതുപോലെ നമുക്ക് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ്. അതിപ്പോൾ കുട്ടികൾക്കായാലും ശരി, ഇപ്പോൾ കുട്ടികളുടെ കാര്യം ആരും കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ കുട്ടി അച്ഛൻ്റെ കൂടെ സ്കൂളിൽ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ അമ്മയുടെ അടുത്ത് വേറെ വീട്ടിൽ. ഇപ്പോൾ ഡിവോഴ്സിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേന് ഈ കുട്ടി കുഞ്ഞാണ്, 5 or 6 വയസ്സുള്ളൊരു കുട്ടി ആവട്ടെ, 10 വയസ്സുള്ള കുട്ടി ആവട്ടെ. അപ്പോൾ കുട്ടി അച്ഛനോടൊപ്പം നിൽക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അവിടുത്തെ ഒരു ബിഹേവിയർ, വീണ്ടും അമ്മയോട് വരുമ്പോഴത്തേന് വേറെ ബിഹേവിയർ. അപ്പോൾ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെയാണ് അത് ബാധിക്കുന്നത്. എവിടെ പോകുമ്പം എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് ഏജിൽ തന്നെ അവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോൾ കാണുന്നല്ലേ കുട്ടികളുടെ കേസിൽ. ഇത് കോ പാരൻറ്റിങ് ചെയ്തേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അച്ഛൻ്റെ വീട്ടുകാർ അമ്മയെക്കുറിച്ച് മോശം പറയുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം കൊച്ചിന് കുറച്ചുകൂടെ ട്രോമാറ്റിക് ആവും, കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതേപോലെ രണ്ടിടത്തും നല്ലൊരു സാഹചര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് അച്ഛൻ അങ്ങനെയാണോ അമ്മ അങ്ങനെയാണോ എന്നില്ല, അവർക്ക് ആ എൻവയോൺമെൻറ്റ് ഓക്കെ ആണോ, അവർ ഹാപ്പി ആണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ അങ്ങനെ ഇവർ ചെയ്യേണ്ട പാരൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നല്ല രീതിയിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാം അവർക്ക്. എൻ്റെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് കുറേ കഥകൾ കേൾക്കാം, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോകുമ്പോഴേക്കും എനിക്ക് നല്ല കാര്യങ്ങൾ കുറച്ച് തന്നെ പുറത്ത് യാത്ര പോവാം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇങ്ങനെ മോശം എന്ന് വെച്ചാൽ വീഡിയോ ഗെയിം കൊടുക്കുക, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് വാങ്ങിക്കൊടുത്ത്
പ്ലീസ് ചെയ്യിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കാണ്. പിന്നെ നമുക്ക് സാഹചര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ ചൈൽഡ്ഹുഡിൽ വരുന്ന ഓരോ ട്രോമാസാണ് പിന്നെ ആ വ്യക്തികളെ മാറ്റം വരുത്തി ക്രിമിനൽസ് ആക്കാം, വേറെ രീതിയിൽ അവർക്ക് ട്രോമാസ് ഉണ്ടാക്കാം. അപ്പോൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പാരൻസ് അതിന് ഉത്തരവാദിയാണ്. അപ്പോൾ മാമിൻ്റെ ജീവിതാനുഭവങ്ങൾ പോർട്രേറ്റ് ചെയ്യുന്ന പുസ്തകമാണ് 50 വയതിലെ ഓർമ്മകൾ മായും മുന്നേ. അപ്പം ആസ് എൻ അഡ്വക്കേറ്റ് അതിൽ നിന്ന് ഒരു എഴുത്തുകാരിയിലേക്ക് മാറാനുള്ള ഒരു പ്രചോദനം, ഇപ്പം മാമിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഈ ബുക്കിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കൊരു ബുക്ക് എഴുതാമെന്നൊരു തോട്ട് എപ്പോഴാണ് മാമിന് വന്നത്? ശരിക്കും പറഞ്ഞാൽ എഴുത്തുകാരിയാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു. അപ്പം ഇന്ന് രാവിലെ മോള് പറയുന്നുണ്ടായിരുന്നു, അമ്മ പണ്ട് എഴുതുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും എഴുതിയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എഴുതണമെന്ന് പറഞ്ഞ് തോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഇയേഴ്സ് ഇങ്ങനെ ആയപ്പോഴേക്കും ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞു, എന്തല്ലേ 50 വയസ്സായി, 50 എന്ന് പറഞ്ഞാൽ വളരെ നീണ്ട, ഇത്രയും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ക്യുക്കായിട്ട് വന്ന പോലെ തോന്നുന്നു, പക്ഷേ ഒരുപാട് അനുഭവിച്ചില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ സിംഗിൾ പാരൻ്റ് ആണല്ലോ, കുഞ്ഞിനെ വെച്ചിട്ട് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു, എന്താണ്ട് എഴുതിക്കൂടാ, നിനക്ക് നീ എഴുതാനോ, എഴുതി നോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയപ്പം എഴുതിയതായിരുന്നു. പക്ഷെ അത് പലപ്പോഴും പല പഴയ ഓർമ്മകളും ഞാൻ നേരിടേണ്ടി വന്നു, വേദനകൾ ഫേസ് ചെയ്യേണ്ടി വന്നു, കുറേ മുറിവുകൾ പിന്നെയും കുത്തിമാന്തി എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ബുക്ക് പിറന്നത്. ഈ ബുക്ക് കംപ്ലീറ്റ്ലി അഞ്ജലി വായിച്ചു കാണുമല്ലോ അല്ലേ? അപ്പോൾ അഞ്ജലിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല, ഇപ്പം അമ്മ പറയാത്ത ചിലപ്പോൾ ഓർമ്മകൾ ഈ ബുക്കിലുണ്ടായിരുന്നിട്ടായിരിക്കും അല്ലേ? അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഓർമ്മ, ഈ ബുക്കിലുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു വാക്കുകൾ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ? ഈ ബുക്ക് വായിച്ചു എന്നതിനേക്കാളും ഈ ബുക്ക് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു 22 വയസ്സ് തൊട്ട് ഇപ്പം എനിക്ക് 22 years ആയി. ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഐ ആം വിത്ത് ഹർ. ഈ ബുക്കിന്റെ ഒരു പാതി തൊട്ട് ഞാൻ എന്ന ഒരു വ്യക്തി അതിൽ കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ ഈ 50 വയസ്സിലിരിക്കുമ്പോൾ വരെ അതിൽ ഇന്നത് എന്നെടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അത് എനിക്ക് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. ഞാൻ ജീവിച്ചത് കൊണ്ട് എനിക്കത് വായിക്കാനൊരു മടി, പിന്നെയും കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആകെ പ്രൗഡായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ കുറേ നാൾ കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തു, പ്രാക്ടീസിൽ നിന്ന് ബ്രേക്ക് എടുത്തു. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. പല കാര്യങ്ങളിലും ഞാൻ വാശി കാണിച്ചത് എൻ്റെ ഒരു സ്വീറ്റ് റിവെഞ്ച് പോലെ. അമ്മ പ്രാക്ടീസിന് പോകണം, തിരിച്ചു പോകണം. എനിക്കപ്പോൾ ഹാർഡ്ലി ഞാനൊരു 5-6 വയസ്സേ ഉള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ട്, എനിക്ക് എവിടെ നിന്നറിയാം ഈ കുടുക്കയെന്നൊക്കെ കുറേ പൈസ കിട്ടാറുണ്ട്. അപ്പം ഞാനതിൽ 50 rupees ഒക്കെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. യു ഷുഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ്. അത് ഒരു എന്നിട്ട് അമ്മയ്ക്ക് എന്താ ഒരു കുഞ്ഞു കുട്ടി പറഞ്ഞത് കേട്ടിട്ട് പോവാൻ വാട്ട് ഈസ് ദെയർ ഇൻ ഇറ്റ്, ബട്ട് ഷീ ഡിഡ് ഇറ്റ്. എൻ്റെ അമ്മ പോയി പ്രാക്ടീസിന് പോയി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി നാളുടെ ബ്രേക്കിന് ശേഷമാണ് കാറ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. അതും എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എൻ്റെ ഡ്രൈവിങ്ങിന് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു സ്റ്റാച്യൂല് ട്രിവാൻഡ്രത്ത്. അതേ ഓഫീസ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് അത് തന്നെ കിട്ടി. ഇതൊക്കെയായിരുന്നു എൻ്റെ. ഇതൊക്കെ ആ ബുക്കിൽ ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഡ്രൈവിങ്ങിൻ്റെ ഉണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല സ്വീറ്റ് മെമ്മറീസ് ആണ്. ഈവൻ ദോ അതിൽ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ അത്. ശരിക്കും അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിച്ച് പോണ സമയത്ത് അയാൾ എന്നെ മാത്രമേ കണ്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വേണ്ട, കളയുക എന്നുള്ള രീതിയിലേ കണ്ടുള്ളൂ. പക്ഷെ ആ കൂടെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു സാധനത്തിനെ ശരിക്കും പറഞ്ഞാൽ അയാളെ ശ്രദ്ധിച്ചില്ല. പക്ഷെ അതെന്ത് പവറുള്ളൊരു സാധനമായിരുന്നു എന്നറിയാം. അവൾ ആ സാധനമാണ് എന്നെ ശരിക്കും വെറും 5 വയസ്സാണ്. ആ 5 വയസ്സുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കരയത്തില്ല കേട്ടോ. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുള്ള 1-2 മൊമെൻ്റേ ഉള്ളൂ. ഇപ്പം എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്നെ ചേഞ്ച് ചെയ്യിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞു കുട്ടിയാണെങ്കിലും പറയുന്ന വാക്കുകൾ ഭയങ്കരമായിരുന്നു. ആൾ കളിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും പറയുന്നത്, മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്ന 50 രൂപ എടുത്തിട്ട് ഞാൻ പ്രാക്ടീസ് വേണ്ട, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, കോടതിയിലൊന്നും പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം നിന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടാണ് കൊണ്ടുവന്നിട്ട്, ഇല്ല നീ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2011 ഞാൻ 2009 മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആവുന്നത്. പിന്നെ 2011 ഞാൻ പിന്നീട് എൻട്രി ആവുന്ന സമയത്ത് ഞാനന്ന് രാവിലെ പിന്നെയും ഗൗണൊക്കെ ഇടുന്നു, കോട്ടതിൽ പോകുന്നത്. ഞാൻ പപ്പയുടെ കാലിങ്ങനെ തൊട്ട് വന്നു. കാരണം എഗൈൻ രണ്ടാമത്തെ എൻട്രി. എനിക്കറിയില്ല വിജയിക്കോ ഇല്ലേ എന്ന്. പോണ വഴിയിൽ ചിലപ്പോൾ ഉരുണ്ട് വീഴും എന്ന് വിചാരിച്ചു. മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ബോഡി ഭയങ്കര ഷിവറിങ് ആണ്. ഈ സൈക്കാട്രിക് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണെങ്കിൽ ആടെ കൊണ്ടുവന്നിട്ട് ഒരു 50 രൂപ എൻ്റെ കയ്യിൽ തരുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ഇതൊരു ദക്ഷിണ കൊടുക്കണോ, അല്ലെങ്കിൽ ഈ അപ്പൻ്റെ കൂടെയൊക്കെ വളർന്നു കണ്ട് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ പഠിച്ചിട്ട് നല്ല തുടക്കത്തിലെ ഒരു ദക്ഷിണയൊക്കെ കൊടുത്തില്ല. പിന്നെ ഇതേപോലെ ഡ്രൈവിങ്, ഞാൻ പണ്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഈ ഇത് വരുന്ന ഡ്രൈവിങ് നിർത്തി. അത് ആൾക്ക് ഡ്രൈവ് ലൈസൻസ് പോലും ഇല്ല. അത് എത്ര ക്ലാസ് +2 ജസ്റ്റ് ലൈസൻസിന് സമയമായിട്ടില്ല.
അങ്ങനെ ചെന്നപ്പോഴാണെങ്കിൽ ബഹളം വെച്ച് ഏറ്റവും കുറഞ്ഞൊരു കാറ് വീട്ടിൽ വാങ്ങിയിട്ട് അത് അവിടെ കിടക്കുന്നു. അമ്മ പോ എന്ന് പറഞ്ഞ് ബഹളം വെച്ച്. പക്ഷെ ഒരു ദിവസം ആയപ്പോഴേക്കും ആള് രാവിലെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല കാരണം എനിക്ക് ഡോക്ടർ പറഞ്ഞ അലേർട്ട്നെസ് ഇല്ല, അത് ഡ്രൈവ് ചെയ്യരുത്. കാരണം ഞാൻ ഇത് ചവിട്ടി വെച്ചിരിക്കും, ബ്രേക്ക് എവിടെ നമുക്ക് പോകില്ല, ആ സാധനം അതിന് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ആള് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് അടുത്ത് വന്നിരുന്നിട്ട് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ എടുത്തു. എന്തോ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എത്തി. വൺ മോർ തിങ്, ഈ ബുക്കിൽ പോർട്രേ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ശൈല എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ശൈലയിലേക്ക് എത്തിയത്. ആൻഡ് ഐ മസ്റ്റ് സേ, മേ ബി അത് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ എഴുതുമ്പോഴായിരിക്കും. ആൻഡ് എന്താണ് ഇപ്പോ ഈ ഓൾ ദിസ് തിങ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു 5 വയസ്സേ ഉള്ളൂ. എന്റെ ഫാദർ പോകുമ്പോൾ എനിക്കൊരു 5 വയസ്സേ ഉള്ളൂ. ആ ചെറിയ പ്രായത്തില് ഐ ഹാഡ് എ മദർ ടു ടേക്ക് കെയർ. ആ സമയത്ത് നമ്മളെല്ലാം നേരെ തിരിച്ചല്ലേ വരുന്നത്. ശരിക്കും മക്കളെ നമ്മളല്ലേ നോക്കുന്നത്. ശരിക്കും ഇവള് വന്ന് റെസ്പോൺസിബിലിറ്റി എന്റെ കാര്യം ഏറ്റെടുക്കുന്നത്. ഐ വാസ് സിക്ക്. രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് എത്തില്ല. അപ്പൊ ഞാൻ ഈ സ്റ്റൂൾ ഇട്ടിട്ട് എന്റെ മുകളിലാണ് കയറി എടുക്കാൻ, എനിക്ക് ടാബ്ലറ്റ്സ് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്, കെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ബട്ട് ഇറ്റ് വാസ് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയായിരുന്നു എന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ വലുതായിട്ട് എന്നെ ബൂസ്റ്റ് ചെയ്യല്ലോ. ആ ചെറിയ പ്രായത്തില് ഒരു മെച്യൂരിറ്റി കൊണ്ട് തലക്കിട്ട് അടിച്ച പോലെയായിരുന്നു പല കാര്യങ്ങളും. ഇപ്പൊ തന്നെ എന്റെ കൂടെ ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം എനിക്ക് ഉണ്ടാവും. ബിക്കോസ് അവര് പോയ വഴിയിലൂടെ അല്ല ഞാൻ പോയത്. ചൈൽഡ്ഹുഡ് അവര് ഉണ്ടായ പോലെ അല്ല എനിക്കുണ്ടായിരുന്നത്. എനിക്കിന്ന് കുറെ നല്ല ലെവറേജുകളും ഉണ്ടായിരുന്നു. അതുപോലെ ലൈഫ് അതിന്റെ ഹാർഡ്ഷിപ്സും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഒത്തിരി മോശം എന്നല്ല പറയണം, ഞാൻ ഒരിക്കലും അതിലെ റിഗ്രറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇറ്റ് മെയ്ഡ് മീ സ്ട്രോങ്. സിംഗിൾ പാരന്റ് വളർത്തിയ ഒരു മകളാണ്. അപ്പോൾ സ്ട്രോങ് ആക്കിയതിലുപരി എന്തെങ്കിലും മീൻസ് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അപ്പോൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വിഷമം വരുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൊമെന്റ്സ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ആൻഡ് വാട്ട് വാസ് ദ മോസ്റ്റ് ഹാർഡസ്റ്റ് തിങ് അമ്മ വളർത്തിയ മകളായിട്ട് വളരുമ്പോഴത്തേന് മോസ്റ്റ് ഹാർഡസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഹാർഡസ്റ്റ്? പ്രായമായതിനു ശേഷം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. സ്കൂളിലൊരു ടീനേജ് ആ സമയത്ത് വന്നപ്പോഴത്തേക്ക് ക്ലാസ്സിൽ ആരും എൻ്റെ അടുത്ത് സംസാരിക്കില്ല. ഐ വാസ് ഭയങ്കര ക്ലൂലെസ് ആയിരുന്നു. ഞാനെന്ത് ചെയ്തിട്ടാ? എന്നിട്ട് പിന്നീട് എപ്പോഴാണ് അറിയാൻ സാധിച്ചത് അമ്മയും അപ്പനും തമ്മിൽ സെപ്പറേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ സമയം ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇപ്പൊ എന്റെ ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ വുഡന്റ് ഡു ദാറ്റ്. Even if I have a very നല്ലൊരു ഫാമിലി ഉണ്ട്, I wouldn't do that. Why you have to judge a kid on the family background ന്റെ ബേസിസിൽ? അപ്പൊ എനിക്കത് ഭയങ്കര സങ്കടമായി. ഒത്തിരി സങ്കടമായി. കാരണം എന്റെ ക്ലാസ്സിലുള്ള കപ്പിൾ ഓഫ് ഫ്രണ്ട്സിന്റെ പാരന്റ്സ് അമ്മയുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നായിരുന്നു, കോടതിയിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ്സിന്റെ മക്കളായിരുന്നു. അപ്പൊ അതുവഴി കുറെ സ്റ്റോറീസ് അവർക്ക് അറിയാമായിരുന്നു, അത് മക്കളുമായിട്ട് ഷെയർ ചെയ്തിട്ട്. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ്. സോ എൻറ്റയർ ക്ലാസ്സിൽ ഞാൻ ഐസൊലേറ്റഡ് ആയി. ഞാൻ കുറെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നു, ചോക്ലേറ്റ്സ് മേടിച്ചു കൊടുക്കാന്നൊക്കെ ബ്രൈബിങ് ആണ് എൻ്റെ അടുത്തൊന്ന് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്. എന്നൊരു സർട്ടൻ പോയിന്റ് കഴിഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ, ലെറ്റ് ഇറ്റ് ബി, അത് അവരുടെ പോയിന്റ്. ഞാൻ ഇപ്പോഴാണെങ്കിൽ ആവില്ല, പക്ഷെ എനിക്കത് ഒത്തിരി ഹേർട്ട്ഫുൾ ആയിട്ട് കാര്യം. ആ ഒരു ടൈമിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇസ് ഇറ്റ് ബാഡ്? ഒരു ഈ കാര്യങ്ങളെല്ലാം ഇവൾ എന്നോട് ഒന്ന് പറയും. അപ്പൊ നമ്മുടെ രാത്രി ആ ദിവസത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ നെഞ്ചത്ത് ഇങ്ങനെ കിടത്തിയിട്ടേ, എന്നുവെച്ചാൽ ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം ഇത് കേൾക്കുമ്പോൾ ഇതിന് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യണ്ടേ, ഇതിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? മറ്റേ അമൃത സുരേഷ് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മോളെ അടുത്ത് നിന്റെ അമ്മ ശരിയല്ല എന്ന് പറയുന്ന ഒരു അമ്മ, അതോടെ ഇവിടെ പിഴാന്ന് പറഞ്ഞ ഒരു ഇത് എഴുതിയിട്ടുണ്ട് അമൃത സുരേഷിന്റെ ഒരു. അത് കേൾക്കണം, അതാ മനസ്സിലാവും. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ കേൾക്കുന്ന വാക്കെന്ന് വെച്ചാൽ പിഴ, അതിൻ്റെ അമ്മ ശരിയല്ല, അല്ലെങ്കിൽ നിന്റെ അമ്മ കാരണമാണ് എന്നുള്ള, അമ്മ കാരണമാണ് ഫാദർ പോയെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കുഞ്ഞിന്റെ ചെവിയിലോട്ട് എത്തുന്നത്. എന്താണ് അനുഭവിച്ചവർക്ക് മാത്രമേ അത് വേദന. അപ്പൊ ഇവള് വന്ന് വേദനയോട് പറഞ്ഞിട്ട് ഇവള് രാത്രി ഉറങ്ങും. ആ രാത്രി എന്റെ ദിവസം എങ്ങനെയായിരിക്കും? അതുപോലെ പുസ്തകത്തിൽ മാം ചൈൽഡ്ഹുഡിലുള്ള മുതലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അന്ന് ഇപ്പം അഞ്ജലിക്ക് അമ്മ എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവായിട്ടുണ്ട്. പക്ഷെ മാമിന് അങ്ങനെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ളത് മുത്തശ്ശനായിരുന്നു, ഇതിന് റാണിയമ്മ എന്ന് വിളിച്ചുകൊണ്ട്. ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് മാമിന് ഇപ്പോഴത്തെ ലൈഫിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ ഞാൻ കണ്ട ആദ്യത്തെ ഫെമിനിസ്റ്റ് എൻ്റെ അപ്പൂപ്പനായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ വിവേചനമൊന്നും അപ്പൂപ്പനെ ഇഷ്ടപ്പെടാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തണമൊന്നും ഇഷ്ടമില്ല.
പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ബാല്യം എനിക്ക് തന്നതിന് എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് വളരെ നന്ദിയുണ്ട് എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ അപ്പൂപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഏതോ നെഗ്ലക്റ്റഡ് ചൈൽഡ് പോലെ ആയിരുന്നു. അത് കാരണം പിന്നെ വന്നിട്ട് ഏറ്റവും ജീവിതത്തിൽ നല്ല മുഹൂർത്തങ്ങൾ എപ്പോഴാന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ബാല്യവും എൻ്റെ കോളേജ് ലൈഫ്. അത് മാത്രമാണ് എനിക്ക് ഏറ്റവും നല്ല എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒന്നും അറിയാതെ പാറി പറന്ന് നടക്കുന്ന ഒരിത്. അതേ ഉള്ളൂ. അപ്പോൾ അഞ്ജലിക്ക് പ്രൗഡ്ലി സേക്കാൻ അമ്മയാണ് അമ്മ വളർത്തിയ മകളാണ്, എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലേ അമ്മ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അമ്മയോട് മീൻസ് ചൈൽഡ്ഹുഡ് എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടും മകളുടെ ചൈൽഡ്ഹുഡ് ഏറ്റവും ബെസ്റ്റ് ആക്കാനായിട്ട് അമ്മ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ അമ്മയോട് എന്താണ് അഞ്ജലിക്ക് ഇപ്പോൾ പറയാനുള്ളത്? അത് ഒരു വാക്കുകൊണ്ടൊക്കെ പറഞ്ഞ തീരോ? താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ശരിക്കും ആ ബുക്ക് വെറും ഒരു പുസ്തകമാണെങ്കിൽ അതിനകത്തുള്ള ആത്മാവെന്ന് പറയുന്നത് ഇവള് തന്നെ. എനിക്ക് എന്താ പറയാച്ചാ, ഞാൻ ഇങ്ങനെ ഇരിക്കില്ല ഇവിടെ, ഒന്നും ആവില്ലായിരുന്നു ചിലപ്പോൾ. ഇഫ് അമ്മയ്ക്ക് ഒരു കറേജ് എടുത്തിട്ട്, അമ്മയ്ക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കംഫർട്ട് സോണിൽ കളിക്കുന്ന ഒരാളാണ്. അമ്മ അങ്ങനെയൊക്കെ ഒത്തിരി ഹാർഡ്ഷിപ്സിൽ കൂടെ പോയി ഒരു റിസ്ക് എടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. ഇവൻ എനിക്കാണെങ്കിൽ പോലും. ഇപ്പൊ അഡ്വക്കേറ്റ് ശൈലറാണി എന്ന പേരും അറിയില്ല, ആ ബാനറിൽ അഞ്ജലി റോയ് എന്നുള്ള ഒരാളും വളർന്ന് വരുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ഒത്തിരി ഹാർഡ് ടൈംസ് ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ. ഈ ലോകത്ത് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് മാത്രമല്ല. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കതിനൊരു സൊല്യൂഷൻ കിട്ടും. ഭയങ്കര ഹാർട്ടിൽ ഭയങ്കര പെയിനും വെച്ചിട്ട് പോവുകയാണെങ്കിൽ അതെല്ലാം റിലീസായിട്ട് പോകും. അതിന് ഒരു വാക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഐ വിൽ കിൽ ഫോർ മൈ മദർ. അങ്ങനെ തന്നെ നമ്മൾ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. ഒന്നും ഒളിക്കാനില്ല, രണ്ടാൾക്കും ഇല്ല. എല്ലാം പറയും, എല്ലാം എവരിത്തിങ്. അതായത് എന്നെ ഓഫീസിൽ നടക്കുന്നതാണെങ്കിൽ ഈവനിങ് ആകുമ്പോൾ ഞാൻ ഷെയർ ചെയ്യും എപ്പോഴും. ഇപ്പം അവള് സ്ഥലം മാറിയെന്നേ ഉള്ളൂ, പക്ഷെ എനിക്കാണെങ്കിൽ വിഷ്വലി എനിക്ക് അവളെ കാണാൻ പറ്റും. അവളുടെ അടുത്ത് ഡ്രസ്സാണെങ്കിൽ മിക്കവാറും ഇപ്പോൾ ക്യാമറയിലുള്ളത് കാരണം അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആണ് എല്ലാം. ഞങ്ങൾ ഒരുമിച്ച് ചിരിക്കും, ഞങ്ങൾ ഒരുമിച്ച് കരയും, ഒരുമിച്ച് ദേഷ്യപ്പെടും, എല്ലാം ഒരുമിച്ച്. കരച്ചിലൊക്കെ ഇപ്പൊ അമ്മയ്ക്ക് സങ്കടം വരികയാണെങ്കിൽ ഞാനും കൂടെ ഇരുന്ന് കരയും. ഇപ്പൊ എനിക്ക് സങ്കടം വരികയാണെങ്കിൽ തല്ലെന്ന് പറഞ്ഞ ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് ഇപ്പൊ നല്ല ചക്കരയും പാലും പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് രണ്ടും രണ്ട് ഡയമെൻഷനിലാണ്. അമ്മ ഭയങ്കര പുരുഷ വിരോധി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല, ഞാൻ കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആണ്. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടി ഉണ്ടാവാറ്. അപ്പോൾ ഈ മാമിൻ്റെ ഡിവോഴ്സ് ഇപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ജലിക്ക് 5 വയസ്സുള്ളപ്പോഴാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ പോലും ഒരു 15 ഇയേഴ്സിന് മുമ്പാണ്. ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ഡിവോഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് അത്ര അങ്ങനെയല്ല. മീൻസ് ഇപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പറയും നിൻ്റെ തെറ്റുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അഡ്ജസ്റ്റിനേക്കാൾ ഉപരി അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. ഇപ്പോൾ കപ്പിൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. മാം ആ ഒരു ടൈമിലും ഓക്കെ ഇതാണ് എൻ്റെ വഴി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരാൾ വേണ്ട എന്ന് മാം കറക്റ്റായിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കാൻ ഉണ്ടായ ഒരു മെയിൻ തിങ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുക്ക് വായിക്കുമ്പോൾ അറിയാം, അതിനകത്ത് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണായിട്ട് എന്നെ ഒരുപാട് ട്രോമാസിലോട്ട് കടത്തിവിട്ട്. എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ പോലും എടുക്കാൻ പറ്റാത്ത, ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പവറാണല്ലോ. അത് മെൻ്റലി നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പലതും റിയലൈസ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. മറ്റേത് കൺഫ്യൂഷനാണ്. ഒരു സമയം സ്നേഹിക്കുന്നു, ഒരു സമയം ദേഷ്യപ്പെടുത്തുന്നു, ഒരു ദിവസം അടിക്കുന്നു, എന്നിട്ട് പിറ്റേ ദിവസം പറയുന്നു ഐ എം സോറി ബിക്കോസ് ഓഫ് വൈ യു ആർ പ്രൊവോക്കിങ്, ലീവ് ഇറ്റ് എന്ന്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്. അയാൾ വളർന്നതും അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒക്കെ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ വന്നത് കാരണമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു അഡൾട്ട് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളിലേക്ക് വന്നിട്ട് എനിക്ക് സൈക്കോളജിക്കലി ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പറ്റണമെങ്കിൽ നമ്മൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവണം എന്താണ് സംഭവിക്കുന്നത്, അതിനുള്ള നോളജ് നമുക്കുണ്ടാവണം. ഇയാളുടെ പേഴ്സണാലിറ്റിക്ക് എന്തോ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇയാൾക്ക് പ്രശ്നമാണ്. മറ്റേന്ന് വെച്ചാൽ എനിക്കെന്തോ പ്രശ്നമില്ലേ, എനിക്കെന്തോ പ്രശ്നമുണ്ട് അല്ലേ എന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണല്ലോ അവർ നമ്മൾ കൺഫ്യൂസ് ചെയ്യും, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും കംപ്ലീറ്റ്. ബിക്കോസ് ഓഫ് യു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചായിരുന്നില്ല, ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളുടെ സെൽഫ് എന്ന് പറയുന്ന സാധനമേ പോയി. അപ്പോൾ പിന്നെ ഡിസിഷൻ പോലും എടുക്കാൻ പറ്റില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ആ ലെവലും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇനി ഫിനാൻഷ്യലി സീറോ ആയി, ഇമോഷണലി മെൻ്റലി സീറോ ആയി, ഹെൽത്തൊക്കെ പോയി, ഫിസിക്കലി പോയി. 45 കിലോസിലേക്ക് ഞാൻ അങ്ങ് വീണു. കാണാനൊക്കെ ഉണ്ട്, കവിളമൊക്കെ കൊഴിഞ്ഞു, കണ്ണുമൊക്കെ കൊഴിഞ്ഞു, അങ്ങനെ ഒരു കോലമായി. പിന്നെ ഇനി എന്നിൽ നിന്ന് ഒന്നും നേടാനില്ല. അപ്പോഴേക്ക് ഡംപ് ചെയ്തു. അങ്ങനെയായിരുന്നു സംഭവിച്ചത്.
അദ്ദേഹം അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ആയി, ബിഗ് സീറോയിലേക്ക് പോയിട്ട് എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിന്ന്, ഞാൻ വീൽ ചെയറിൽ വരെ ആയിപ്പോയി എന്ന് തന്നെ തോന്നി. എഴുന്നേറ്റ് നിന്ന് എനിക്കെന്താ സംഭവിച്ചതെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. സംതിങ് ഹാപ്പൺ എന്ന് മാത്രം അറിയാം. ഡോക്ടറോട് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് ഞാൻ എന്നെ പറയുന്നത്, ഡോക്ടർ എങ്ങനെയെങ്കിലും ഈ തീയിൽ നിന്ന് എന്നെ പുറത്തേക്ക് എടുക്കുന്നത്. എനിക്ക് വാക്കുകൾ ഇന്നും ഓർമ്മയുണ്ട്. ഈ തീയിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് എടുക്കുന്നത്. കാരണം ബേൺ ആയിക്കൊണ്ടിരിക്കുക, ഞാൻ ഉള്ളിൽ കിടന്നിങ്ങ് പിടയ്ക്കുക. എന്താ സംഭവിക്കണേന്ന് അറിയില്ല. ഇദ്ദേഹത്തിനോട് ട്രോമ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നെ പറ്റിക്കുകയാണോ ചതിക്കുകയാണോ ഉപദ്രവിക്കുകയാണോ എന്ന് അറിയാമെങ്കിലും നമുക്ക് എന്താ വിട്ടു വരാൻ പറ്റുന്നില്ല. ഒരു എന്തോ കണക്ഷൻ പിന്നെയും പറയും ഞാൻ ശരിയാണോ, അത് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ. കാരണം ഇടയ്ക്ക് ഹോപ്പ് തരും, നമുക്ക് നേരെയാക്കാം, നമുക്ക് പോകാം. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നു, ഞാൻ എന്തെങ്കിലും ബ്രേക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു. എൻ്റെ പാരൻസ് ഒക്കെ വന്നു, എൻ്റെ ബ്രദറും കസിനും കൂടെ എന്നെ വീൽ ചെയർ അവിടെ ചെയ്തില്ല, നമ്മുടെ എന്താ പറയുക സിഗ്നൽ കിട്ടുന്നില്ല. അപ്പോൾ വീൽ ചെയറിൽ എന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ വന്നിട്ട് പറയണം ഇവളുടെ ഫാദർ വിളിക്കുന്നുണ്ടെന്ന് സംശയിക്കാൻ. ഇവർക്ക് ആർക്കും സംഭവം അറിയില്ല. അദ്ദേഹം വിളിച്ചേ കമോൺ ഷൈല ലീവ് ഇറ്റ്, നമുക്ക് റിസോർട്ട് പണിയണ്ടേ എന്ന് പറയുമ്പോൾ എഗെയിൻ ഹോപ്പാ. റിസോർട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് മേടിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം അല്ലാതെ നീ വിഷമിക്കാതിരിക്കുന്നോ അല്ലെങ്കിൽ നീ മരുന്ന് കഴിക്കും ഇപ്പം റെസ്റ്റ് എടുക്കുന്നോ അങ്ങനെയല്ല പറയുന്നത്. അപ്പം പക്ഷെ ഞാൻ അപ്പോഴേക്കും ഞാൻ മൊബൈൽ എടുത്ത് എറിഞ്ഞു, എനിക്ക് ആ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ നിന്നാണ് പതിയെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ സമയം കുഞ്ഞെവിടെയാന്നോ ഒന്നും ചോദിച്ചില്ല അദ്ദേഹം. എനിക്ക് ഏറ്റവും അദ്ദേഹത്തിനോടൊരു എന്താ പറയുക, ചിലപ്പോൾ ഹസ്ബൻഡും വൈഫ് യോജിക്കാൻ പറ്റില്ലായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ടേസ്റ്റിലുള്ള പെണ്ണായിരിക്കും. ലവ് മാരേജ് ആയിരുന്നു ഞാൻ, ആയിരിക്കത്തില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നീട് ആയപ്പോഴേക്കും ഞാൻ കൊള്ളത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ കുട്ടി അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമല്ലേ, ആയിരുന്നില്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ രാത്രി മുഴുവൻ നമ്മളെ കരയിച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേന് ഒന്നും നടന്നിട്ടില്ല. മറ്റത് എന്താ നടന്നത് അതിനെക്കുറിച്ച് സംസാരം, അത് സോർട്ട് ചെയ്യാണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോൾ റിസോർട്ട് പണി അങ്ങനെയുള്ള പുതിയ മീൻസ് അത് ഈ എന്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ രാത്രിയിൽ നമ്മൾ അടിക്കുക അല്ലെങ്കിൽ നമ്മളെ വഴക്ക് പറയാം, നമ്മളെ രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതിരിക്കും, കരഞ്ഞുറങ്ങാതിരിക്കും, പക്ഷെ രാവിലെ ആകുമ്പോഴത്തേന് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കില്ലേ അവർ ആ പ്രശ്നങ്ങൾ അവിടെ കിടക്കും. എന്നിട്ട് എന്തെങ്കിലും നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെ അഡ്രസ്സ് ചെയ്യാനോ ശ്രമിക്കുമ്പോഴേക്കും ലീവ് ഇറ്റ്, പിന്നെ അതിനെ പിടിച്ചോണ്ടിരിക്കുവാണോ, എനിക്ക് വട്ടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ എപ്പോഴും തലയ്ക്കൊരു സമാധാനം തരൂല്ലല്ലോ. കാരണം വെച്ചാൽ സോൾവ് ചെയ്യാത്ത സാധനം കുറേ ഇങ്ങോട്ട് കിടക്കുക നമ്മുടെ ഉള്ളിൽ. നമുക്ക് എത്ര വിളമ്പി വെച്ചാലും നമ്മുടെ തോട്ടിൽ വരുമ്പോഴും അതെന്താ അങ്ങനെ എന്താ എന്നോട് അങ്ങനെ പറഞ്ഞേ, എന്താണ് അങ്ങനെ ചെയ്തേ എന്നൊക്കെ നമുക്ക് പിന്നെയും തോന്നിക്കൊണ്ടേയിരിക്കും. അത് ക്ലിയർ ആവുന്നില്ല. എന്നിട്ട് അപ്പം നമ്മൾ വേറൊരു സ്റ്റേജിലേക്ക് നമ്മൾ ഡേ ബൈ ഡേ അങ്ങനെ. എൻ്റെ 6 years ആണ്. ഇപ്പം 50 വയസ്സിൽ ആ ബുക്ക് നോക്കുകയാണെങ്കിലും 46 ബാക്കിയുള്ള 44 വർഷവും അതിനകത്ത് അധികമില്ല. കൂടുതലും ഉള്ളത് ചിലപ്പം 6 years ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ എല്ലാവരും ഡ്രാമ ക്യൂ എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ തന്നെ ചിലപ്പോൾ ഒരു പാനിക് അറ്റാക്ക് വന്ന് കോടതി മുമ്പിൽ വെച്ച് ചിലപ്പം ബോധം കെട്ട് വീഴുന്നത്, അതിനൊക്കെ അവർ പറയും നമ്മൾ ആക്ട് ചെയ്യുന്നതാണ്, നീ അഭിനയിക്കുന്നതാണ്, എന്താണ് നിനക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് എന്നൊക്കെ ആയിരിക്കുമല്ലോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറയുന്നത്. ശരിക്കും അതൊക്കെ നമുക്ക് അനുഭവിക്കാത്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ പാനിക് അറ്റാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഷിവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിലവിളിച്ച് കരയുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഡ്രാമ ക്യൂരെന്ന് വെച്ചാൽ ഈ എന്തൊരു ആക്ടിങ്, എന്തൊരു നാടകം, അത് ആരുടെ കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഈ ഇമോഷൻസ് എല്ലാം ബ്ലാസ്റ്റ് ആവുകയാണ് എല്ലാം കൂടെ ചേർന്നിട്ട്. എന്ന് വെച്ചാൽ ഹെൽപ്ലെസ് ആയിട്ടായിരിക്കും നിലവിളിക്കുന്നത്, കിടന്ന് അലറി കരഞ്ഞു പോകുന്നത്. എന്നിട്ട് അപ്പം പറയുന്നതാണ് ഇതേപോലെ ഡ്രാമ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ത്രീകൾ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യുമല്ലോ അങ്ങനെ ആ രീതി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് മാം ആക്ച്വലി ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ പുസ്തകം മാം ആരായിരിക്കും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്? മേ ബി ഇനി വിവാഹം കഴിക്കാനിരിക്കുന്നവരെയോ അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് അവിടെ എത്താനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെയായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു പുസ്തകം ഇൻഫ്ലുവൻസ് ആയിട്ട് മാം ആഗ്രഹിക്കുന്നത്? എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിലോട്ട് കയറി വരുന്ന പിള്ളേർക്കുണ്ടല്ലോ അവരെ, അല്ലെങ്കിൽ പിന്നീട് കുറേ ഇതുണ്ട് കേട്ടോ. അതിനകത്ത് ഒരാളെ മാത്രമൊന്നും പറയില്ല, സ്റ്റേജ് പലതും ഉണ്ട്. അതിനകത്ത് എഴുതിയ പൊട്ട തീരുമാനങ്ങൾ എടുത്ത ഒരു ശൈലിയുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളാക്കി അങ്ങനത്തെ ഒരു വേണമെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുക. പിന്നെ അതിനകത്ത് പെട്ടുപോയി നമ്മൾ ചിലപ്പോൾ ചെന്ന് അറിയാതൊക്കെ പെട്ടുപോയിട്ടും അവിടെ നിന്ന് പുറത്തേക്ക് വരാനുള്ള കറേജിലൂടെ പുറത്തേക്ക് വരണം എന്ന് പറയുന്ന മെസ്സേജസും ഉണ്ട്. പിന്നെ സിംഗിൾ പാരൻ്റായിട്ട് ജീവിക്കുന്നവർക്കും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളർത്തി വരുന്നത് വെറും ഒരു യോദ്ധാവിനെയൊന്നും അല്ല സാധനം, മനസ്സിലായില്ലേ? നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. ഞാൻ വെറുതെ ആയിട്ട് മോളെ വെച്ച് പൊങ്ങി പറയണമല്ല. നിങ്ങൾ 2 പേരും കൂടെ പാമ്പർ ചെയ്ത് പാലുകുട്ടി വളർത്തുന്നതിനേക്കാളും ഒക്കെ സംഭവമായിരിക്കും
ഭയങ്കര പവർഫുൾ ആയിട്ടായിരിക്കും നിങ്ങൾ എല്ലാ കേൾക്കുന്ന സിംഗിൾ പാരൻസ് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിരിക്കും. പക്ഷേ ഇമോഷൻസ് കുറേ സപ്രസ് ചെയ്യും അവർ. അതുപോലെ തന്നെ ഈ പുസ്തകം മാം ആക്ച്വലി ഇപ്പോൾ ഡിവോഴ്സ് ആയ ആ ആൾക്കുള്ള ഒരു മറുപടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ മാമിന് വേറെ എന്തെങ്കിലും പുള്ളിയോട് പറയാനായിട്ടുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ മാം എഴുതിയിട്ടുള്ളത്? ഇത് ഒരിക്കലും അദ്ദേഹത്തിനുള്ള ബുക്കല്ല. ഇത് സൊസൈറ്റിക്കുള്ള വേണമെങ്കിൽ സിസ്റ്റത്തിനുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ബുക്കായിട്ടായിരിക്കും. ഒരിക്കലും അയാൾക്കുള്ള ഒരു മറുപടി അല്ല. അദ്ദേഹത്തിനോട് എന്തെങ്കിലും മാമിന് അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല, ഞാൻ എന്നിട്ട് സംസാരിച്ചു, കാണാൻ കൊള്ളൂല, പൊട്ടൊക്കെ തൊട്ടുകൾ വന്ന് കുഴപ്പമില്ലാന്ന് കാണിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവില്ല, ഒന്നിനും കൊള്ളൂല എന്ന് വെച്ചാൽ ഈവൻ ഒരാളെങ്കിലും എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് എന്തോ ഇഷ്ടം ഉണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയായിരുന്നു, എനിക്കൊന്നുമില്ലേ, ഒരു കഴിവുമില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയാണ്. ഒരിക്കലും അദ്ദേഹത്തിനുള്ളൊരു മറുപടി അല്ല, അദ്ദേഹത്തിനുള്ള മറുപടി എൻ്റെ ജീവിതം. അതിനുള്ള മറുപടിയാണ് ചോദിക്കണമെങ്കിൽ ആ ബുക്കിന്റെ ലാസ്റ്റ് ഒരു വരിയുണ്ട്, അത് തന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു? this one. Only I know he was a chapter in my story, not the entire book. അതിനേക്കാൾ വലിയ മറുപടി ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് ഞാൻ പിന്നെ വായിച്ചിട്ടില്ല. ആ സമയം അതാണ് എനിക്കിപ്പോൾ അവള് നോക്കുമ്പോൾ ഞാൻ എന്ത് എഴുതിയെന്ന് ഞാൻ തന്നെ ഓർക്കുന്നത്. ഇത് ഞാൻ തന്നെ എഴുതിയതാണ്. ലാസ്റ്റത്തെ ലൈൻ അതാണ്. സീരിയസ്ലി അദ്ദേഹം ഒരുപാട് എനിക്ക് നന്ദിയുണ്ട് കേട്ടോ, അദ്ദേഹത്തോട് വളരെ നന്ദിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞതിനും പിന്നെ എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ തന്നതിനും അദ്ദേഹം കസ്റ്റഡിക്കൊന്നും അടിയുണ്ടാക്കിയില്ല കേട്ടോ. പോയോ തൊലഞ്ഞു പോയോ കൊണ്ടുപോയി ഒതുങ്ങി പോകാണ്ട് പറക്കാനുള്ള ചിറക് തന്നു തുടങ്ങി പറയാനല്ല. ഇന്ന് കാണുന്ന ഒരു വേൾഡ് എല്ലാവരും അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് ഷൈല റാണിയായിട്ട് മാറാൻ അന്നത്തെ റാണിയമ്മയ്ക്ക് കഴിഞ്ഞത് ഉറപ്പായിട്ടും അദ്ദേഹം എന്നെ അത്രയും നല്ല സ്നേഹിച്ച് പാമ്പർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വെറും ഒരു സാധാരണ ഒരു വീട്ടമ്മ പോലെയോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു അമ്മയായിട്ടോ നല്ലൊരു ഭാര്യയായിട്ടോ ശരിക്കും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഹൗസ് വൈഫായിട്ട് വലിയ ഒരുപാട് ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്ത എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനെ മാറിയിട്ട് നമ്മളൊരു ഭദ്രകാളി രൂപം സ്വയം എടുക്കേണ്ടി ഇങ്ങനെ വരേണ്ടി വരുന്നുണ്ടല്ലോ. അതാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു പാറ്റ ഇങ്ങനെ വന്നത്, അപ്പോൾ നമ്മൾ അയ്യോ പോയെന്ന് വിളിച്ചാൽ അയ്യോ പാറ്റയെന്ന് പറഞ്ഞ് നമ്മൾ ഓടും. അതേസമയം ഇപ്പോൾ കൊച്ചുണ്ട്, ഒരു പാറ്റ വരുന്നു, കുഞ്ഞ് വേടിക്കുകയാണ്, നമ്മൾ അറിഞ്ഞ് ചവിട്ടിക്കൊല്ലും അതിന്, കൊച്ചിൻ്റെ അടുത്തോട്ട് കൊച്ചിനെ ഭയപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവളെ തന്നതാണ് എനിക്ക് ഏറ്റവും നന്ദി അദ്ദേഹത്തിനോടുള്ളത്. കൂടുതൽ എന്ത് വേണമല്ലോ അഞ്ജലിക്ക് ഇത്രയും നല്ലൊരു വാക്ക് അല്ലേ. എത്രയൊക്കെ ആയിട്ടും എത്ര ഇതാണെന്നുണ്ടെങ്കിലും മകളെ തന്നതിന് നന്ദി പറയുന്ന അമ്മയോട്, അമ്മയെ തന്നതിൽ ഞാൻ ആരോടും ലോകത്തിനോട് നന്ദി പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒട്ടും ഓർത്തില്ല, അതാണ് സത്യം. ആ ബുക്ക് വായിക്കുമ്പോഴും ഏറ്റവും ലാസ്റ്റ് ഇവളെ കാണുന്ന സീൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പം ബുക്ക് വായിച്ചവർക്കത് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാണാമായിരുന്നു. കാറിലിരുന്നിട്ട് ഞാൻ ഇവളവിടെ പോയിട്ട് ഏതാണ്ട് ബിസിനസ് മീറ്റിങ്ങിന് നിൽക്കണ പോലെയാണ്. ഇവളങ്ങനെ നല്ലോണം ആ പോസ് അങ്ങനെയായിരുന്നു അവളുടെ. ഒരു ഫാദറിൻ്റെ അടുത്തിരിക്കുന്ന ഒരു കൊഞ്ചല്ലോ ഒന്നുമില്ല, ഇവൾക്ക് അങ്ങനെയാണ് നിന്ന്. അപ്പോൾ അദ്ദേഹം ഇവളുടെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാതെ അദ്ദേഹം ഭയങ്കര അയാളിങ്ങനെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ അദ്ദേഹം ചെറുതാവണ പോലെ അയാളുടെ ഷോൾഡറൊക്കെ നമുക്ക് കാണുമ്പോഴേക്കും അത് ഇങ്ങനെ നിൽക്കുന്ന ആളാണ്, ഭയങ്കര മസിലൊക്കെ. അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു ഇവളുടെ മുമ്പേ, ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നിൽക്കുന്ന അത് ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരണമെന്ന് അറിയില്ല. ചിലപ്പോൾ അത് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്കിതൊക്കെ കാറിൽ നിന്ന് കാണാമായിരുന്നു എല്ലാം. ആ ഒരു മൊമെൻ്റ് തന്നെ എനിക്ക് മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നിർത്തിയിട്ട് പോയതും അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയത് അന്ന് ആ കുഞ്ഞു സാധനമായിരുന്നു. ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ സമയത്ത് എൻ്റെ മോൾ എൻ്റെ തോളിലടക്കുകയാണ്. അന്ന് 1ാം ക്ലാസ് ആകുമ്പോഴേ നമ്മൾ എടുത്താണല്ലോ. അപ്പം ഇറങ്ങി പോകുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അച്ഛാ ഞാൻ സേഫ് ആണോ ചോദിക്കുന്നത്. അതെന്താ നീ അങ്ങനെ ചോദിക്കണേ, എന്നാൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് പോയ ആളാണ്, നീ എന്താ അങ്ങനെ ചോദിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ സേഫാണോ, എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചുവെന്ന് എനിക്കറിയാം. വീട്ടിൽ ഞാനും മോളെ ഉള്ളു. ഉടനെ എന്നെയും കിസ് ചെയ്തിട്ട് കിടന്ന് ആ കുട്ടിയെ കിസ് ചെയ്തിട്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന് പ്ലാനിങ് ഉണ്ടായിരുന്നതാണ്. കൂടുതലും ഞാൻ ഇവിടെ വെച്ചാൽ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാൻ, കരയുമോ വിളിക്കുമോ പോകാൻ വിടാതിരിക്കുമോ എനിക്കറിയില്ല. കാരണം അത്രമാത്രം ഞാൻ ഏതാണ്ടോ ഒരുതരം ഒബ്സഷനോ ട്രോമയോ ബോണ്ടോ എന്തൊക്കെ സംതിങ് ആയിട്ട് ആ ലെവലിലേക്ക് ഞാൻ മാറിയിരുന്നു.
അപ്പോൾ ഈ ഒരു പുസ്തകം ഒരുപാട് പേര് സ്പെഷ്യലി ലേഡീസ് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് ഈ പറഞ്ഞത് ഫീൽ ചെയ്തിട്ട്. എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷേ അതിന് ഫുള്ളിരുന്ന് വായിക്കാനുള്ള ഒരു സമയം കണ്ടെത്തി വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും ലൈഫിൽ പലരും ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഒരു പുസ്തകത്തിലുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇനി ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ? എൻ്റെ രേഷ്മ എനിക്കറിയില്ല. കാരണം എൻ്റെ ലൈഫിലൊന്നും ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടില്ല. ഇങ്ങനെ തന്നെ ഒരു ബുക്ക് എഴുതുമെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മോള് പറഞ്ഞ പോലെ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇനി എനിക്ക് എന്തെങ്കിലും എഴുതാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല. വരുന്നു കഴിയുമ്പോഴേക്കും പറയാം എനിക്ക് കഴിഞ്ഞു. അന്ന് ലെക്ചറിൽ ഞാൻ അഡ്മിറ്റ് ആവാതിരുന്നെങ്കിൽ ഈ പുസ്തകം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഈ പ്രസിദ്ധീകരിച്ച ആൾക്കാരുണ്ടല്ലോ, ഇതിനകത്ത് വലിയ സാഹിത്യ ഭാഷ ഒന്നും ഇല്ല. സാധാരണമായ ഭാഷയിലാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. അന്ന് നമ്മൾ ആ പബ്ലിഷ് ചെയ്ത ഡോക്ടർ രാജകുമാർ സാറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ എഴുതി എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുമ്പോൾ സാറ് വായിച്ചു നോക്കുമ്പോഴേക്കും നമ്മളെ സാധാരണ മലയാള സാഹിത്യത്തിൻ്റെ കടുകട്ടി സാധനങ്ങളും ഒന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ എടുത്ത് വലിച്ചു കളഞ്ഞിരുന്നെങ്കിൽ ഇത് നിങ്ങൾ ആരും കാണില്ല ഇത് ബുക്ക്. അപ്പോൾ ആ സാറ് തന്ന ഒരു സപ്പോർട്ടും അതൊക്കെ കൊണ്ടാണ് എനിക്ക് എഴുതാൻ കഴിയുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. മിക്ക സ്ത്രീകൾക്കും അത് തന്നെയാണ്. ഓരോ സ്ത്രീക്കും ഓരോ കഥയുണ്ട്. ആ രശ്മിക്കുട്ടി എഴുത്തുകാരി പറഞ്ഞൊരു വാക്കുണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്ത്രീകളും അവരവരുടെ കഥ എഴുതാൻ തുടങ്ങിയാൽ ഇവിടെ തകർന്നു വീഴുന്ന കുറേ സമൂഹമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണധികാരവും മേലധികാരവും ഉള്ളൊരു സാധനം കുറെ തകർന്നു വീഴും. ഇത് എൻ്റെ മാത്രം കഥയൊന്നും അല്ല കേട്ടോ. ഇത് തന്നെയായിരിക്കും കേരളത്തിലെ ഒട്ടുമിക്ക 50% ഉറപ്പായിട്ട് 100% എനിക്ക് പറയാൻ പറ്റും. ഇതെന്ന് പറയുന്ന സ്ത്രീകളിലെ ഒട്ടുമിക്ക സ്ത്രീകളുടെയും കഥ തന്നെയായിരിക്കും. ഒരിക്കലും എൻ്റെതല്ല. അഡ്വക്കേറ്റ് ആയത് കാരണം എനിക്ക് കുറച്ചൊക്കെ പിടിച്ചു നിന്ന് പുറത്ത് വരാൻ കഴിഞ്ഞു. ചിലത് ഈ തൂങ്ങി മരിച്ച വിസ്മയുടെയോ അല്ലെങ്കിൽ മറ്റേ പറയുക ഇപ്പം ആത്മഹത്യകളിലേക്ക് പോയ പെണ്ണുങ്ങളുടെ ഒക്കെ കഥ ഇത് തന്നെയായിരിക്കാം പറയുന്നത് ഒരു പോയിന്റ് വരെ. അതുപോലെ തന്നെ അമ്മയുടെ പാത്ത് ഫോളോ ചെയ്ത് അഡ്വക്കേറ്റ് ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്മ ഒരു എഴുത്തുകാരിയായി മാറിയിട്ടുണ്ട്. ആ ഒരു പാത്ത് ഫോളോ ചെയ്യാനായിട്ട് അഞ്ജലി ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പുസ്തകം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഉണ്ടാവട്ടെ. അതെ തന്നെ അഞ്ജലിക്കും ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ടായിരിക്കും അല്ലേ? ആ കഥകളൊക്കെ ഒരു പുസ്തകമാക്കി കാണാനായിട്ട് നമ്മളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ രേഷ്മ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അറിയില്ല, എന്താണ് നമുക്ക് കഴിവുണ്ടോയെന്ന് അറിയില്ല. മറ്റേ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ ആദ്യത്തെ ഡിവോഴ്സ് ഞാനാണ് ചെയ്തത്. രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകൊച്ച് വന്നതിന് ശേഷം ഹസ്ബൻഡുമായിട്ടാണ് വന്നത്. രണ്ടാമത് ഹസ്ബൻഡുമായിട്ട് വന്നത്. അവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നവൻ. അപ്പോഴെന്നോട് വന്നിട്ട് മാഡത്തിന് അറിയോ, കല്യാണം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യം എന്നോട് ഐസ്ക്രീം വളരെ ചോദിച്ചിട്ട് നിന്റെ ഫ്ലേവർ എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്താന്ന്. അപ്പോൾ ഇവളിങ്ങനെ ആലോചിക്കുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്താ. അപ്പോൾ അവൾ വാനില ആണോ, സ്ട്രോബെറി ആണോ, ചോക്ലേറ്റ് ആണോ, എന്തിനാ ഇഷ്ടം. അപ്പോൾ ഇവൾക്ക് വന്നിട്ട് അങ്ങനെ ഇഷ്ടങ്ങളുണ്ടോ, അവൾക്ക് പോലും അറിയില്ല എൻ്റെ ഇഷ്ടം എന്താണ്, വാനില ആണോ ചോക്ലേറ്റ്. അപ്പോൾ അദ്ദേഹം 3 നിരത്തി ഇരുത്തിയിട്ട് നീ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൽ നിൻ്റെ ഇഷ്ടം എന്താണ് തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ പോലും മിക്ക സ്ത്രീകൾക്കും അറിയില്ല അവളുടെ ഇഷ്ടങ്ങൾ എന്താണ്, കഴിവുകൾ എന്താണ്, അവൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലോട്ട് വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അവൾക്കറിയുള്ളൂ അവൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്രയും സപ്പോർട്ട് സിസ്റ്റം. നമ്മുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ നമുക്കൊരു ചാൻസ് ലഭിക്കണം. ആർക്കും ഒരാളെ ചാൻസ്, ഇതുപോലെ ഒരു ചോദ്യം വരണം, നിന്റെ ഇഷ്ടം എന്താണ്, നിനക്ക് എന്താണ് വേണ്ടെന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഇഷ്ടം എന്താണ് എന്നുള്ളത്. അതായത് മിക്കപ്പോഴും നമുക്കത് കിട്ടാറില്ല. കാരണം നമുക്കൊരു സ്പേസും പ്രയോറിറ്റി ഉണ്ടെങ്കിലല്ലേ ആ ചോദ്യം വരുള്ളൂ. നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കാത്തടത്തോളം എന്തേലും അച്ഛന് വേറെ തിന്നിട്ട് പോകുന്നുള്ള രീതിയിൽ. മറ്റത് അത്രയും റെസ്പെക്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് അയാൾ ചോദിച്ചത് നിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ ചിലപ്പോൾ പുരുഷന് കേൾക്കുമ്പോൾ അതൊരു തമാശ പോലെ തോന്നും. പക്ഷെ അത് സ്ത്രീക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അത് നമ്മളെ വാല്യൂ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ തലമുറ ഒരുപാട് മാറി തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾ ഇവൾ തന്നെയാണെങ്കിലും ഇവളുടെ ഈ പ്രായത്തിലുള്ളവരും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്, അവർക്ക് ക്യാഷ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫ് പാർട്ട്ണർ, എൻ്റെ ലൈഫിൽ അത് അവൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇപ്പോഴത്തെ കുട്ടികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പറയുന്ന അതേ ഒരു സ്റ്റാൻഡേർഡ്. ഞാൻ ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞോളൂ ഒരു കോൺവെർസേഷൻ, നമുക്ക് ഒരു ബിസിനസ് പാർട്ട്ണറിനെ അല്ല ആവശ്യം, നമുക്കൊരു ലൈഫ് പാർട്ട്ണറെയാണ് വേണ്ടത്. നമുക്ക് ബിസിനസ് മീറ്റിംഗ്സിനൊന്നും അല്ല, നമുക്കൊരു ബാഡ് ആയിട്ടുള്ള ഒരു ടൈം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീക്ക് ആകുമ്പോൾ വി വോണ്ട് എ ഷോൾഡർ ടു ലേ അപ്പം അല്ലേ. അല്ലാതെ അവിടെ ആ സമയത്ത് നീ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഓക്കെ ചെയ്തു, ഫൈൻ, വാട്ട് റെസ്റ്റ്, നമുക്ക് അപ്പോൾ വരാം, ഇറ്റ്സ് ഓക്കെ ഫൈൻ, ഞാനും ഉണ്ടല്ലോ. കാശ് കൊടുത്ത് വാങ്ങേണ്ടതും അല്ല, നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പൈസ കൊടുത്ത് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ അല്ലേ. നമ്മൾ എന്തിനാ കല്യാണം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്തിട്ട്, അതല്ലല്ലോ.
അത് കുറച്ചും കൂടെ ഇമോഷണൽ കണക്റ്റ് ആണ് ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ആരും പൈസയുടെ പുറത്തോ അല്ലെങ്കിൽ ജാതിയും ഭയങ്കര മതവും നോക്കി അല്ലെങ്കിൽ വലിയ ബിസിനസ് ഉള്ള കോടീശ്വരന്മാരുടെ മക്കൾ അതില്ല. അങ്ങനെയാണെങ്കിൽ കൂടെയും ഈ ഒരു ഇമോഷണൽ കണക്ട് ഇല്ലെങ്കിൽ ദി ഡോണ്ട് വാണ്ട്. അതിപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഞാൻ പറയുന്നില്ല, പെണ്ണെന്ന് മാത്രമല്ല ആൺകുട്ടികളും ചേഞ്ച് ആയിട്ടുണ്ട്, അവരുടെ പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല. അവിടെ നിന്ന് പൈസ മേടിച്ചിട്ട് എൻ്റെ കാൽക്കീഴെ കിടക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം തോന്നുമ്പോൾ അടിക്കാനും അങ്ങനത്തെ ഒരാളല്ല. എന്നെ പോലെ എനിക്ക് ദേഹം വേനിച്ചാൽ അതുപോലെ അവർക്കും ദേഹം വേനിക്കും. റെസ്പെക്ട് ഗോസ് ബോത്ത് വേസ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഇത് ഇവളുടെ കാലഘട്ടം. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ വരുന്ന സമയത്താണ് മറ്റേ രാവണപ്രഭു ഏതൊരു സിനിമ ഇറങ്ങിയപ്പോഴേക്കും പറയല്ലേ, തുലാവർഷ രാത്രിയിൽ കയറി വരുമ്പോഴേക്കും എനിക്ക് ചുമ്മാ ഒഴിക്കാൻ ഒരു പുരുഷൻ. അത് കേട്ടിട്ട് അതാണ് പുരുഷനെന്ന് ആലോചിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ജീവിച്ച പെണ്ണാണ് ഞാൻ. അന്ന് വിചാരിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ കാര്യത്തോടെ എടുക്കുമ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആണെങ്കിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കും. ഇപ്പോഴും ഉണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ? അവരൊന്നും പറഞ്ഞിട്ട് മാറ്റിയിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും നല്ല പണി കിട്ടുമ്പോൾ പഠിച്ചോളും. സോ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി വീഡിയോ കാണുന്ന കുറേ പേർക്ക് ഇൻസ്പിറേഷൻ, അമ്മ മകൾ എന്ന ഈ ഒരു കോംബോ, അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമുക്കൊരു സപ്പോർട്ട്. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഹൈറ്റ്സിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എല്ലാവിധ നന്മകളും അമ്മയ്ക്കും മകൾക്കും നേരുന്നു. താങ്ക് യു സോ മച്ച്.